പൂളാടിക്കുന്ന് രാഘവൻ എന്ന് പറയുന്ന കേരളത്തിൽ ബോക്സിങ്ങിന് ഇത്രയേറെ സംഭാവന തന്നിട്ടുള്ള മറ്റൊരാളുണ്ടോ എന്നുള്ളത് സംശയമാണ്. ചേട്ടൻ തന്നെ പറഞ്ഞു ഈ പെൺകുട്ടികളെ കൂടുതലായിട്ടും ബോക്സിങ്ങിലേക്ക് കൊണ്ടുവന്ന. അപ്പോൾ അങ്ങനെ ഒരാളുടെ കഥ എടുത്ത് ചെയ്യുന്ന സമയത്ത് അതിനെ ഫുള്ളി വിസിറ്റ് ചെയ്യാൻ പറ്റാത്തതിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി എന്തെങ്കിലും പറയണമെന്ന് ആഗ്രഹിച്ചിട്ട് അത് പറ്റാതെ പോയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ? ശരിക്കും ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിൽ പൂർണ്ണമായും നീതി പുലർത്താൻ എനിക്ക് സാധിച്ചില്ല. അദ്ദേഹം സിഗരറ്റ് വലിക്കാത്ത ഒരാളാണ്. അപ്പം ഞാൻ ഈ മാസ് പടത്തിന്റെ ഒരു പുള്ളിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്കാണ് അദ്ദേഹത്തെ കൊണ്ട് ഞാൻ സിഗരറ്റ് വലിപ്പിച്ചു എന്നുള്ളത്. അപ്പം അത് ഒരു വളരെ വലിയ ശരിയല്ലായ്മയായിപ്പോയി. അദ്ദേഹത്തിന്റെ പേരെടുത്ത് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണമായിരുന്നു. എനിക്കത് രണ്ടാമതാണ് ഓക്കെ അങ്ങനെ ചെയ്യാമായിരുന്നു. ഞാൻ മാസ് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പരിപാടിയായിരുന്നു. രണ്ട്, അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒറ്റയ്ക്ക് അസോസിയേഷനായിട്ടൊക്കെ വെല്ലുവിളിച്ചിട്ട് നാഷണൽ ചാമ്പ്യനെ വരെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിഷനോളം കേരളത്തിൽ ബോക്സിങ് വളർന്നിട്ടില്ല. എനിക്കതിൽ ഏറ്റവും വേദന ഉണ്ടാക്കിയത് കേരളത്തിലെ നാഷണൽ ചാമ്പ്യൻ ഒരു കാറ്ററിംഗ് ജോലിയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാറ്ററിംഗ് ജോലി മോശമാണെന്നല്ല, പക്ഷേ ഒരു നാഷണൽ ചാമ്പ്യന് അക്കോമഡേറ്റ് ചെയ്യാൻ ഇവിടെ കഴിഞ്ഞില്ല എന്നുള്ളൊരു പ്രശ്നമാണ് ഞാൻ കണ്ടത് അതിനകത്ത്. ആൾക്കിപ്പോൾ ഏറെക്കുറെ 19 വയസ്സുണ്ട്, 40 വയസ്സെന്തോണ്ട്, 42 വയസ്സുണ്ട്. അപ്പം ആളുടെ തിളച്ച പ്രായത്തിൽ ആളെ എങ്ങനെയല്ലല്ലോ അക്കോമഡേറ്റ് ചെയ്യേണ്ടത്.